സുജയുടെ ആദ്യ ഭാര്യയ്ക്ക് എന്താ സംഭവം? സുജയുടെ ആദ്യത്തെ വൈഫ് അവര് മരിച്ചു, സൂയിസൈഡ് ചെയ്യുമായിരുന്നു. കിച്ചുവിന് 16 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടി മരിച്ചത്. വേറെ ഹസ്ബൻഡ് ഉണ്ട്, വേറെ ഫാമിലി ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചായിരുന്നു അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് ഭാര്യ ഭർത്താവിനെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകണം? തോന്നിയെങ്കിലും ഞാൻ അത് ചോദിച്ചില്ല. നോക്കിയപ്പോഴാണ് സൂചാന്റെ DP കണ്ടിട്ട് ഇത് ആരാ, മോനാന്ന് പറഞ്ഞു. കുഞ്ഞു കൊച്ച 6ാം ക്ലാസ്സിൽ പഠിക്കാൻ കിച്ചു. മക്കളെ മോന്റെ അമ്മ മോനെ ഇട്ടിട്ട് ഞങ്ങളെ ഇട്ടിട്ട് വേറെ കല്യാണം കഴിച്ച് പോയതാ, അമ്മയില്ലാന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. രണ്ടും കൽപ്പിച്ച ഒരു വാക്കേ ഞാൻ പറഞ്ഞുള്ളൂ, എന്റെ മരണം വരെ ഞാൻ നിങ്ങളെ രണ്ടുപേരെ നോക്കും. പക്ഷെ ആ ഒരു വാക്ക് മാത്രം എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവർ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല? ലീഗലി കല്യാണം കഴിച്ചാൽ അത് ഡിവോഴ്സ് ആകാതെ എന്നെ എങ്ങനെ ലീഗലി കല്യാണം കഴിക്കുന്നത്? ഒരു കല്യാണം നടന്നാൽ അത് ലീഗലി ആണെങ്കിൽ ഡിവോഴ്സ് ആയതിനു ശേഷമേ വേറൊരു പെണ്ണിനെ ലീഗലി കല്യാണം കഴിക്കും. ആകെപ്പാടെ ലീഗലി കല്യാണം കഴിച്ച എന്നെ മാത്രമാണ്. അപ്പൊ ഇവര് തമ്മിൽ ലിവിങ് ടുഗദർ ആയിരുന്നോ? ഒന്നും അറിയത്തില്ല. കല്യാണം നമ്മള് താലി കെട്ടിയാലും കല്യാണം അല്ലേടാ. താലി കെട്ടിയൊന്നും ചോദിച്ചിട്ടില്ല, ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കല്യാണം എന്നാ നടന്നെന്നോ എന്താക്കാ താലി കെട്ടി ഒന്നും ചോദിച്ചിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ചോദിച്ചിട്ടില്ല. കിച്ചു എപ്പോഴെങ്കിലും പഴയ അമ്മയെ പറ്റി തിരക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സംസാരിച്ചിട്ടേ ഇല്ല. തോന്നാൻ മരിച്ച അന്ന് പോലും അവൻ സംസാരിച്ചിട്ടില്ല. അവൻ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കും. മോനെ നിനക്ക് പോണെങ്കിൽ പോകാം കേട്ടോ, ഞാൻ വരാം, കൊണ്ടുപോവാം. അമ്മ മരിച്ചില്ലല്ലോ, അമ്മ ഇവിടെ നിൽക്കല്ലേ, നിങ്ങളെ ഇറങ്ങിപ്പൊക്കെ ഞാൻ ബാക്കി ഗെയിം കളിക്കട്ടെ. അമ്മ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്താണ് അമ്മ വെളിയിൽ പൊക്കെ ഞാൻ ഗെയിം കളിക്കട്ടെ. കിച്ചുവിന് ഇത്ര ഒരു ദേഷ്യം വരാൻ റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇനി വേറൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഇവരെ വിട്ടിട്ട് പോയത്? അതുകൊണ്ടാണോ? വേറൊരാളായിട്ട് പോവായിരുന്നു, സ്നേഹിച്ചു. കൊച്ചിനെ ഇടയ്ക്ക് കാണാനൊക്കെ വന്നിട്ടുണ്ട് സ്കൂളില്. ഇപ്പൊ സൂചേട്ടൻ മാറി നിൽക്കും, അവര് ഹസ്ബൻഡും വൈഫും വന്ന് കൊച്ചിനെ കാണും, സപ്പാനം കൊടുക്കും. സൂചേട്ടൻ ഇങ്ങനെ മാറി സിനിമ കഥ പോലെ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതല്ലാതെ വലുതായി കഴിഞ്ഞാൽ പിന്നെ കിച്ചു കണ്ടിട്ടില്ല. ചേച്ചിക്ക് ആളെ പറ്റി പറയുമ്പോ എന്താ ദേഷ്യമായിരുന്നോ തോന്നുന്നത്? ഒരിക്കലുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് ആദ്യം കിട്ടിയില്ലല്ലോ സൂചേട്ടനെ, ആ ഒരു ഇത് ചെറുതായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. എന്റെ ആണെന്നുള്ളൊരു എന്താ പറയാ ഒരു ബോധം എനിക്കുണ്ടായി. ഇവരെന്റെ ആണ്, സുധിച്ചേട്ടനും മകനും എന്റെ ആയല്ലോ എന്തോ എനിക്കറിയില്ല. ചിലപ്പോ അതൊക്കെ ഒരു കണക്ഷൻ ആയിരിക്കും, മുന്നമേ എന്തോ കരുതി വെച്ചതായിരിക്കണം. എപ്പോഴെങ്കിലും ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ടോ? കോണ്ടാക്ട് ചെയ്തായിരുന്നു ഫേസ്ബുക്കിൽ. ഹായ് രേണു, എന്നോട് പിണക്കമുണ്ട്. ഞാൻ ചോദിച്ചു എന്തിനു പിണക്കം, എനിക്ക് ഒരു പിണക്കമല്ലേ, സന്തോഷമേ ഉള്ളൂ. വീഡിയോ കോൾ ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആക്കിയപ്പോൾ കണ്ട് ഹായ് രേണു, എനിക്ക് ഒത്തിരി സന്തോഷമായി രേണുവിനെ കണ്ടതിൽ. ഞാനോടത്ത് രേണു എന്നോട് പിണക്കം, ഞാൻ ഒരിക്കലും എനിക്കൊരു പിണക്കവും ഇല്ലടാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു കുഞ്ഞിന് സുഖമാണ്. എന്നിട്ട് കിച്ചുവിന്റെ കാര്യം ചോദിക്കുന്നേ ഇല്ല. സുധിച്ചേട്ടൻ മുന്നേ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തോണം. ആ ഒരു മരിച്ചു എന്ന് അറിഞ്ഞ ദിവസത്തെ ഒരു സുധിച്ചേന്റെ ഒക്കെ ഒരു റിയാക്ഷൻ അതുവരെ ഹാപ്പിനെസ് വെച്ചിട്ട് പെട്ടെന്ന് നാളെ ഒരൊറ്റ കരച്ചില് കരഞ്ഞു കേട്ടോ, കണ്ണൊക്കെ നിറഞ്ഞു. സുചേട്ട കരയല്ലേ, നമുക്ക് പോകാം. ഇല്ല വാവുട്ട പോവണ്ട, വേറെ രീതിയിലല്ല, നമുക്ക് പോവണ്ടാടി, പോവണ്ട കേട്ടോ. സോമാസുധി എന്ന് പറഞ്ഞിട്ട് സോമാസുധി ആരാണ്? ചേട്ടന്റെ ഫസ്റ്റ് വൈഫിന്റെ പേര് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് സോമാസുധി. ആളുടെ പേര് അങ്ങനെ അല്ലല്ലോ, ആളുടെ പേര് ശാലിനി എന്നാണ്. ഡാൻസർ ആണ്, നല്ല ഉഗ്രൻ ഡാൻസർ ആയിരുന്നു ആളെ. എനിക്ക് അങ്ങനെ അറിയാം. പിന്നെ ഏട്ടന്റെ എക്സ് വൈഫാന്ന് പറയാം. അതല്ലാതെ ഈ സോമാസുധി ആരാന്ന് എനിക്ക് അറിയത്തില്ല. കിച്ചുവിന്റെ അച്ഛനും പോയി, കിച്ചുവിനെ പ്രസവിച്ച അമ്മയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വൈഫിന്റെ വീട്ടുകാർ വന്ന ചേച്ചിയുടെ അറിയാം. രണ്ടും ജീവനോടുണ്ട്. കൊച്ചു തന്നെയായിരുന്നപ്പോ വരാത്തവർ പിന്നെ ഇന്ന് എന്തിനാ വരുന്നത്? ഇനി ഒരു അവകാശം പറഞ്ഞ എന്തായിരിക്കും? എന്തിനു വരണം? എന്തിനവകാശം? അയാൾ ഞാൻ എന്തിനാ അവനെ വിട്ടുകൊടുക്കുന്നത്? ഞാൻ എന്റെ മകനല്ലേ, അവൻ അമ്മ എന്ന് വിളിക്കുന്നിടത്തോളം കാലം ഞാൻ തന്നെയാണ് അവന്റെ അമ്മ, എന്റെ മകനാണ്. ഞാൻ എന്തിനാണ് വിട്ടുകൊടുക്കുന്നത്? വിട്ടുകൊടുക്കത്തില്ല. കിച്ചു ഞാൻ എനിക്കറിയില്ല, കിച്ചു അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര നാളും ഇല്ലാത്ത ബന്ധം അങ്ങനെ ഇപ്പം വരുന്നു? ആവശ്യം വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് രേണുസുധിയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. എന്താ പറയാ, ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ഇപ്പൊ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. എന്താ പറയാനുള്ള തിരക്കൊക്കെ? തിരക്ക് നല്ല തിരക്കാണ്. ആൽബം ആണ് ഏറ്റവും. ഇപ്പം പണ്ട് ഞാൻ മിസ്റ്റും ഡ്യൂ ഡ്രോപ്സും ഒക്കെ ഉള്ള ഓർമ്മയില്ലേ, ആ കാലത്തിലൊക്കെ നമ്മള് ഉള്ളിൽ ഇങ്ങനെ ആൽബം ഒക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ആൽബം ഫാൻസ് ആയിരുന്നു അന്ന്. തൻസീറിന്റെ അതുപോലെ ഷാഫി കൊല്ലം ഇവരുടെയൊക്കെ ഇക്കടൊക്കെ ആൽബം കാണുമ്പോൾ നമ്മൾ ഭയങ്കര ആൽബം ലവർ ആയിരുന്നു.
അപ്പം ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, അയ്യോ അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും ആൽബത്തിലെ നടിമാരായാലോ എന്നൊക്കെ കുഞ്ഞിനെ ഇങ്ങനെ ചിന്തിക്കും. അതുപോലെ തന്നെ എന്തായാലും തിരക്കുള്ളൊരു ആൽബം നടി ആയതിൽ ഒരുപാട് സന്തോഷം. കാരണം ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആൽബം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നാന്ന് എനിക്കറിയത്തില്ല, ഒരു സിനിമ വരുന്നതിനേക്കാളും സന്തോഷമാണ് എനിക്ക് ആൽബം എന്ന് കേൾക്കുമ്പോൾ. ആൽബം നടി ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് പറയുന്നത്, ഭയങ്കര എൻജോയ് ചെയ്യുന്നു ഞാൻ ചെയ്യുന്നുണ്ട്. സുധിച്ചേട്ടന്റെ ഭാര്യയായിരുന്നു ഇരുന്ന ടൈമിൽ ഇതുപോലെ ആൽബങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ അഭിനയിക്കണം എന്നൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ അതിന് മുന്നേ കുഞ്ഞിലത്തെ കാര്യം പറഞ്ഞു. സുചേട്ടന് കല്യാണം കഴിച്ച 6-7 വർഷമല്ലേ ആയിട്ടുള്ളൂ. അതിന് മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മള് കുഞ്ഞിലെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് മിസ്റ്റ് ഡ്യൂ ഡ്രോപ്സ് ഒക്കെ കാണത്തില്ലേ, ആ ടൈമിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നെ കെട്ടിക്കഴിഞ്ഞ പിന്നെ അഭിനയത്തോടൊന്നും അങ്ങനെ ചിന്തയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഏട്ടന്റെ കൂടെ ഞാൻ വെബ് സീരീസ് ചെയ്യുമായിരുന്നു, ടിക്ടോക്ക് ചെയ്യുമായിരുന്നു, അത്രയൊക്കെ ഉള്ളു. അല്ലാതെ നടിയാകണമെന്നോ ഒന്നും ഇല്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ സുധിച്ചേട്ടനെ ചേച്ചി എത്രാമത്തെ വയസ്സിലാണ് പരിചയപ്പെടുന്നത്? 25-26 ആ ഒരു വയസ്സിലാണ് ഫസ്റ്റ്. 24-25. അതെ, സുധിച്ചേട്ടന്റെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ജഗദീഷിന്റെ ഒരു ഫിഗർ ചെയ്തിട്ടാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയത് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ നമ്പരൊക്കെ കളക്ട് ചെയ്തിട്ട്? കാരണം ജഗദീഷേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ, ആളുടെ ഓരോ സിനിമ എന്ന് TV വെച്ചാലും ജഗദീഷേട്ടന്റെ സിനിമ, ഒരു ചാനലെങ്കിലും ജഗദീഷേട്ടനെ കാണാതിരുന്നിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ 1 മണിക്കൊക്കെ സൂര്യ TVയിൽ ജഗദീഷിന്റെ, ഏഷ്യാനെറ്റിന്റെ ജഗദീഷേട്ടന്റെ സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. ജഗദീഷേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് സൂചേട്ടന്റെ ഇത് വീഡിയോസ് കാണുന്നത്. പിന്നെ ഒരു കല്യാണ ചെറുക്കനായിട്ട് സൂചേട്ടൻ അഭിനയിക്കുന്നത് കാണുന്നത്. അതൊക്കെ കൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം സുബീഷ് കിൻഡസ് എന്ന് പറഞ്ഞ ഇവരുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ടമാർപ്പെടാന്റെ ആളുടെ കയ്യിൽ ഞാൻ നമ്പർ മേടിക്കണം. നമ്പർ പഴയ നമ്പർ ആള് തന്നത്. ഞാൻ ഒന്ന് പരിചയപ്പെടാൻ പഴയ നമ്പർ തന്നിട്ട് ഇയാള് പുതിയ നമ്പർ തരത്തില്ല. ഞാൻ ലാസ്റ്റ് പിണങ്ങി. പുതിയ നമ്പർ തന്നിട്ട് ഞാൻ മിണ്ടത്തില്ല. അപ്പൊ പഴയ നമ്പരും കൊണ്ട് കുറെ നാള് ഞാൻ നിന്ന് പ്രൊഫൈലൊക്കെ ചുമ്മാ എടുത്തു. അത് സൂചിച്ചേട്ടൻ വർഷങ്ങൾക്ക് മുന്നേ യൂസ് ചെയ്ത് കളഞ്ഞ നമ്പറാണ്. അതിന്റെ പ്രൊഫൈൽ എടുത്ത് ഞാൻ നോക്കും, നല്ല രസമുണ്ട് കാണാൻ. എന്നിട്ട് എല്ലാവരും കാണിക്കും സുധിച്ചേട്ടന്റെ നമ്പറാണ്. ഞങ്ങൾ ഭയങ്കര ചാറ്റിംഗ് കൊണ്ടിരിക്കും. എവിടെ ഒരു ചാറ്റിങ്ങും ഇല്ല. ഞാനിന്ന് കോളേജിൽ പഠിച്ചോണ്ട് ഏവിയേഷൻ പഠിച്ചോണ്ട് എല്ലാവരും കാണിക്കും ഇത് സുധിച്ചേട്ടന്റെ നമ്പറാണ്. എന്നിട്ട് ഞങ്ങളൊരു പ്രോഗ്രാമിന് ഒരു ഫ്ലൈറ്റിന്റെ ഒരു സ്കിറ്റ് ചെയ്ത് സുധിച്ചേട്ടൻ ചെയ്ത അതേ വേഷമാണ് ഞാൻ ചെയ്തത്. അപ്പൊ അത് ചെയ്ത് സുധിച്ചേട്ടന്റെ വേഷം ചെയ്ത് ആ സമയത്ത് ഈ സുബീഷ് ചേട്ടൻ ശരിക്കുള്ള നമ്പർ തരും. എന്റെ ശല്യം, നിരന്തര ശല്യം കാരണം പിണക്കോ ഇനി ഞാൻ സുബീഷ് ചേട്ടനുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അതായത് കൂട്ടില്ല, ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. മര്യാദയ്ക്ക് എനിക്ക് സുധിച്ചേട്ടൻ നമ്പർ തന്നോളെന്ന് പറഞ്ഞു ലാസ്റ്റ് പുള്ളി എനിക്ക് തന്നിട്ട് സുബീഷ് ചേട്ടൻ നീ നോക്കുകയല്ലേ ചാടയാന്ന് തോന്നുന്നു ചുമ്മാ ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഹായ് അയച്ചിട്ട് ഒന്നും സുധിച്ചേട്ടൻ റിപ്ലൈ തരുന്നില്ല. അപ്പൊ ഓൺലൈനിലുണ്ട്, പക്ഷെ പുള്ളി റിപ്ലൈ തരുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇതാരാ മക്കളെ എന്ന് ചോദിച്ചു. അപ്പൊ അതിനു മുന്നേ ഒരു ദിവസം സുബീഷ് ചേട്ടനെ വിളിച്ചപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, എന്നോട് സുബീഷ് ചേട്ടൻ ഇങ്ങനെ എടി നിന്റെ ആൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇഷ്ടമാണെന്നറിയാം. ഏത് സുധിച്ചേട്ടനോ? ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് സുധിച്ചേട്ടനെ കൊടുക്കുമോ സുബീഷ് ചേട്ടൻ? അപ്പൊ കൊടുത്ത് ഹലോ. അപ്പൊ സുധിച്ചേട്ടൻ ഹലോ ആരാ മക്കളെ? ഞാൻ പറഞ്ഞു സുധിച്ചേട്ടന്റെ വലിയ ഫാനാണ്. അന്നും ഓർത്തില്ല സുധിച്ചേട്ടന്റെ വൈഫ് ആവുന്നു. ഞാൻ ഹലോ. അപ്പൊ എന്നോട് മക്കളെ എന്തുകൊണ്ട് സുഖമാണോ? ഞാൻ പറഞ്ഞ സുഖം. എവിടെയാ? ഞാൻ പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ ഐഡിയയിലെ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണ് കോൾ സെന്ററിൽ. അന്നാണ് ഞാൻ വിളിക്കുന്നത്. നമ്മുടെ മച്ചാൻ വർഗീസ് ചേട്ടനല്ലേ മരിച്ചുപോയ ആളുടെ ചേട്ടന്റെ വീട്ടിലാണ് ഞാൻ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നത്. അപ്പൊ അവരൊക്കെ ആയിട്ട് നല്ല കൂട്ടാ. മച്ചാൻ വർഗീസ് ചേട്ടന്റെ മോൻ റോബിച്ചനെ അവരൊക്കെ ആയിട്ട് നല്ല കൂട്ടാ. അവരൊക്കെ അവിടെ വരുമായിരുന്നു, മിണ്ടുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അപ്പൊ ഇവരൊക്കെ ആയിട്ട് കൂട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ റോബിച്ചന്റെ ഒക്കെ വീട്ടിലാ, അവരുടെ അച്ഛന്റെ ചേട്ടന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ആണോ മക്കളെ? ഓക്കെ, നമുക്ക് ഒരു ദിവസം കാണാം മക്കളെ. ഞാൻ പറഞ്ഞു സുചേട്ടാ നമുക്ക് കാണാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പ് നമ്പർ ഒന്ന് തരുമോ സുചേട്ടാ? മക്കൾ മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. പിന്നെയാണ് ഈ നമ്പർ ഞാൻ മേടിക്കുന്നതും കുറെ നാൾ കഴിഞ്ഞ് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ സുചേട്ടൻ എൻ്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞ് ഇത് ആരാ മക്കളെ എന്ന് അതാണ് ചോദിക്കുന്നത്. മക്കളെ ഇത് ആരാണ്? എന്റെ ചേട്ടന്റെ വലിയൊരു ഫാനാണ്, സുബീഷ് ചേട്ടന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു. അപ്പൊ സുബീഷ് ചേട്ടന്റെ ഫ്രണ്ടോ? അത് ഞാൻ പറഞ്ഞു ഇന്ന പോലാണ് രേണു. രേണു സുധി എന്നല്ല, രേണു എന്നാ പേര്. ഇങ്ങനെല്ലാം പറഞ്ഞ ഞാൻ ഏവിയേഷൻ പഠിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എന്താ എടുക്കാതെ? അപ്പൊ ഞാൻ 2-3 തിരക്കായിരുന്നു, കുറച്ച് നേരം ഞാൻ തിരക്കായിരുന്നു ചേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് വെച്ചിട്ട് 2 ദിവസം സംസാരിച്ചതേ ഉള്ളൂ. 2 രാത്രി, വേറൊന്നല്ല ഫ്രീ ആയി കഴിഞ്ഞ് 2 രാത്രി ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ. അപ്പൊ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് DP കണ്ടിട്ട് ഇതാരാ? മോനാന്ന് പറഞ്ഞു. കുഞ്ഞു കൊച്ച 6ാം ക്ലാസ്സിൽ പഠിക്കുക കിച്ചു. ഇതാരാ? മോനാന്ന്. മോന്റെ അമ്മ. ഇപ്പൊ എന്റെ വിചാരം മോന്റെ അമ്മ 2ാമത് ഡെലിവറിക്ക് വീട്ടിൽ പോയേക്കുമായിരിക്കും. നമുക്ക് അറിയത്തില്ലോ. മോന്റെ അമ്മ വീട്ടിൽ പോയേക്കുവാണോ? മക്കളെ മോന്റെ അമ്മ മോനെ ഇട്ടിട്ട് ഞങ്ങളെ ഇട്ടിട്ട് വേറെ കല്യാണം കഴിച്ച് പോയതാ, അമ്മയില്ലാന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. ഞാനൊന്നും നോക്കില്ല. അപ്പൊ എന്നോട് കുറെ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, എന്നോട് ഇങ്ങോട്ടാ സൂചിച്ചേട്ടൻ പറഞ്ഞു എനിക്ക് രേണുവിനെ ഇഷ്ടമാണ്. രേണുവിന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് ഇഷ്ടമാ ചേട്ടാ. അത് സംസാരിച്ചപ്പോഴത്തേര് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്, ആൾക്ക് ഷൂട്ട്. എന്നിട്ട് ടമാർപടാർ വന്നിട്ടില്ല, അതൊന്നുമില്ല. അതിന് മുന്നത്തെ സ്കിറ്റും കാര്യങ്ങളും കട്ടപ്പന ഋതിക് റോഷൻ ഇറങ്ങിയ സമയം, ഫുക്രി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ദിവസം എന്നെ മോനെ കാണാൻ വരുമോ, ഞാൻ മോനോട് പറയട്ടെ. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്.
ഇപ്പോഴും ഞാൻ വ്യക്തമായിട്ട് ആ സംസാരവും സൗണ്ട് ഓർക്കുന്നു. എന്നെ മോനെ ഒരു ദിവസം കാണാൻ വരാവോ, എന്നെ മാത്രമല്ല എന്നെ എൻ്റെ മോനെയും കാണാൻ വരാമോ, കാരണം കിച്ചു എപ്പോഴും കൂടെ ഉണ്ട്, കാണാൻ വരാമോ, ഞാൻ മോനോട് പറയട്ടെ ഇത് നിന്റെ അമ്മയാണെന്ന് സമ്മതിക്കുമെന്ന്. ഞാനപ്പം രണ്ടും കൽപ്പിച്ച ഒരു വാക്കേ ഞാൻ പറഞ്ഞുള്ളൂ, എൻ്റെ മരണം വരെ ഞാൻ നിങ്ങളെ രണ്ടുപേരെ നോക്കും. പക്ഷെ ആ ഒരു വാക്ക് മാത്രം എനിക്ക് പാലിക്കാൻ പറ്റിയില്ല, കാരണം സൂചേട്ടൻ പോയി. അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നതും. അന്ന് എന്നെ ആ കുട്ടി അമ്മയെന്ന് വിളിച്ചു. അതിന് മുന്നേ വരെ സിസ്റ്റർ രേണു എന്നിട്ടാണ്. സിസ്റ്റർ രേണു വിളിക്കുക, അപ്പൊ സുധിച്ചേട്ടൻ ചേട്ടൻ്റെ വൈഫ് പറയും സിസ്റ്റർ രേണു വിളിക്കുക, സുധി അങ്ങ് പറമ്പിൽ പോയ സംസാരം. അപ്പോഴേ അവർക്ക് ഡൗട്ട് അടിച്ചായിരുന്നു. അപ്പം അമേരിക്കയിൽ ദിലീപേണ്ട ഒരു ഷോ ഉണ്ടായിരുന്നു 2017. അപ്പൊ അതിന് പോകുന്നതിന്റെ തലേന്നാണ് വീട്ടിൽ ചെറുതായ രീതിയിൽ അവതരിപ്പിക്കും. കരയുവാ വീട്ടിൽ ചെന്ന് അവരുടെ അമ്മയുടെ അടുത്ത്, അമ്മേ എനിക്ക് ഒരു കൊച്ചിനെ ഇഷ്ടമാ അമ്മേ. അപ്പൊ അവരുടെ അമ്മയൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മ വെച്ചാൽ എന്താ സുധി, ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം എനിക്ക് രേണു എന്ന് പറയുന്ന ഒരു കൊച്ചിനെ ഇഷ്ടമാ അമ്മേ, ഞാൻ അവളെ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞെന്ന് ഞാൻ പിന്നീടാണ് അറിയുന്നത്. ആള് വീട്ടിൽ പറഞ്ഞത്. പിന്നെ ഞാൻ ഇവിടെ കുറെ നാൾ കഴിഞ്ഞിട്ട് താലി കെട്ടി കഴിഞ്ഞിട്ടാ ഇവരറിയുന്നത്. അതിന് മുന്നേ അവരുടെ അടുത്ത് സൂചന കൊടുത്തായിരുന്നു സൂചേട്ടൻ. അങ്ങനെ കിച്ചു ആണ് ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചത്. കിച്ചു ആണ് പറഞ്ഞ ഈ അമ്മ മതി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബന്ധം ബോണ്ടാക്കിയത് അവനാണ്. അവൻ നടുക്ക് നിന്നിട്ടാണ്. അപ്പം നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഇഷ്ടമാന്ന് എന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞു. ഞാനും തിരിച്ച് റിപ്ലൈ കൊടുത്തു. അന്നേരത്തിന്റെ റിപ്ലൈ കൊടുത്തു. ഒരു വർഷത്തെയോ ഒരു മാസത്തെയോ ഒരു ബന്ധവും ഇല്ല. കുറച്ച് ദിവസം കൊണ്ട് ആളെ അടുത്തറിഞ്ഞു, എന്നെ അടുത്തറിഞ്ഞു. എത്ര ദിവസം സംസാരിച്ചപ്പോ ഫോണില്? 4-5 ദിവസം പോലും സംസാരിച്ചിട്ടില്ല. എന്റെ ഓർമ്മ ശരി 2 ദിവസം സംസാരിച്ചു. രണ്ടാമത്തെ ദിവസം ഇഷ്ടമാണെന്ന് 2 ദിവസം സംസാരിച്ചു. രണ്ടാമത്തെ ദിവസം ഇഷ്ടമാന്ന് പറഞ്ഞു. ഞാൻ റിപ്ലൈ 2 സെക്കൻഡിനുള്ളിൽ ഞാൻ കൊടുത്ത് ഇഷ്ടമാന്ന് പറഞ്ഞു. അതിനെന്താ കാര്യം എന്തായിരുന്നു? കാരണം എനിക്ക് ഇഷ്ടമാണല്ലോ ആളെ, എന്റെ ക്യാരക്ടർ ആൾക്കും ഇഷ്ടമായി. ആൾ എൻ്റെ അടുത്ത് പറയുന്നത് സാധാരണ പെൺകുട്ടികളൊക്കെ മെസ്സേജ്, അത് ആൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു. ആൾക്ക് ഒരുപാട് മെസ്സേജ്. ഞാൻ വന്നു കഴിഞ്ഞ് എന്നെ കെട്ടിയെന്ന് പബ്ലിക് ആയതിനു ശേഷമാണ് പെണ്ണുങ്ങളുടെ മെസ്സേജ് കുറഞ്ഞത്. അതുവരെ പെണ്ണുങ്ങളുടെ മെസ്സേജ്, ചേട്ടാ ഒരു അവസരം തരുവോ, സ്കിറ്റിനകത്ത് അവസരം തരുവോ, ചേട്ടാ അങ്ങനെയാ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ അങ്ങ് അയച്ചിടുക. സൂചേട്ടൻ നോക്കത്തുമല്ലോ, പാവട്ടെ അതെ 2-3 ഫോട്ടോ. ഇതെന്തുവാ സൂചേട്ടാ ഇവളുമാർ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്ന പോസ്. അപ്പൊ നമ്മളൊന്നും ആർട്ടിസ്റ്റ് അല്ലല്ലോ അന്ന്. ഇതെന്താ സൂചേട്ടാ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഫോട്ടോ, അത് പാവട്ടെ വല്ല അവസരം കൊടുക്കാനായിരിക്കും, അതായത് സ്കിറ്റിനകത്തോ എന്നൊക്കെ അവസരം. നീ അതൊക്കെ നോക്കിയിട്ട് നീ എന്തെങ്കിലും കാണിക്കാൻ പറയാം, എന്റെയിലോട്ട് തരും. നമുക്കറിയില്ല. അപ്പൊ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ. അപ്പൊ എന്നോട് പറയുന്നത് ഏതൊരു പെണ്ണ് എന്നെ വിളിച്ചാലും അവർക്കൊരു അവസരം തരുമോ, സിനിമ സ്കിറ്റിനകത്ത് തന്നെ ഒന്ന് മുഖം കാണിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷെ അതിന് ഡിഫറെന്റ് ആയിട്ടാണ് നീ എന്നോട് സംസാരിച്ചത്. നീ എന്ന് വിളിച്ചിട്ടില്ല, രേണു അല്ലെങ്കിൽ രേണു എന്ന് വിളിച്ചില്ല, പൊന്നു എന്നായിരുന്നു ആദ്യം വിളിച്ചത്. അത് ആ പൊന്നു ആണ് തിരിഞ്ഞ് വാവക്കുട്ടയായത്. പൊന്നു എന്നായിരുന്നു ആദ്യമായിട്ട് എന്നെ വിളിച്ചത് സൂചേട്ടൻ. എന്റെ പേര് പോലും പുള്ളിക്ക് ഓർമ്മയിട്ടോന്ന് എനിക്കറിയില്ല. പൊന്നു എന്നാണ് വിളിച്ചത്. പൊന്നു നീ മാത്രമാണ് എൻ്റെ അടുത്ത് അവസരവും ചോദിച്ചിട്ടില്ല, അല്ലെ എന്നെ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരുമോന്ന് പറഞ്ഞിട്ടില്ല. ഇന്നീ നിമിഷം വരെ പറഞ്ഞില്ല. നീ മാത്രമാണ് എൻ്റെ ലൈഫിലേക്ക് നേരിട്ട് എന്നെ സ്നേഹിക്കുക, അല്ലെ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ നേരിട്ട് വന്ന ഒരാൾ നീ മാത്രമാണ് എന്നോട് പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം അവസരങ്ങൾ ചോദിച്ചൊക്കെ എന്നെ വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അതാണ് പുള്ളീനെ എന്നിലേക്ക് അടുപ്പിച്ചൊരു ഘടകം. സുജയുടെ ആദ്യ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? സുജയുടെ ആദ്യത്തെ വൈഫ് സുജയുടെ മരിക്കുന്നതിന് 2 വർഷം മുന്നേ 2-3 വർഷം മുന്നേ മരിച്ചു. സൂയിസൈഡ് ചെയ്യുമായിരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. കാരണം അവര് വേറെ വീട്ടിലായിരുന്നു, വേറെ ഹസ്ബൻഡുണ്ട്, മകനുണ്ട്, ഒരു വേറെ ഫാമിലി ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചായിരുന്നു എന്നാണ് അറിഞ്ഞത്. അതുപോലെ ചേച്ചിക്ക് 2 ദിവസം സംസാരിച്ചപ്പോ തന്നെ എന്താ പറയാ ഇഷ്ടമാന്ന് പറയുന്നു. അത് ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുള്ള ഒരാള്. സ്വാഭാവികം ചേച്ചി മാരീഡ് അല്ല. അപ്പം അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല? ടെൻഷനില്ല, കാരണം ഓൾറെഡി എനിക്ക് പുള്ളിയെ ഇഷ്ടമാണല്ലോ. ആളുടെ മുഖം എനിക്ക് പുള്ളി TV കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്ക് ആളുടെ മേക്കപ്പ് ഇല്ലാത്ത മുഖം, എനിക്ക് ഇപ്പോഴും എന്റെ കണ്ണു മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു മേക്കപ്പ്. കാരണം അടുത്തറിഞ്ഞ ആളല്ലേ ഞാൻ. 5 വർഷം 6 വർഷം കൊണ്ട് ഞാൻ അടുത്തറിഞ്ഞ ആളല്ലേ ഞാൻ ആളെ. എനിക്ക് ഞാൻ നോക്കിയിരിക്കും പുള്ളിയെ. ചില സമയം ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. ആളിങ്ങനെ ഷൂട്ടില്ലാത്തപ്പോ വന്ന് കിടക്കുമ്പോ ഇങ്ങനെ കിടക്കുമ്പോഴത്തേന് ഞാൻ കുറെ നേരം നോക്കിയിരിക്കും. പുള്ളി കണ്ണു തെളിക്കും. പിന്നെ ഒന്നുമില്ല ചേട്ടനെ ചുമ്മാ നോക്കിയിരുന്നു. അപ്പൊ അത്രയ്ക്കും എനിക്ക് ഇഷ്ടമാണ് ആളുടെ ആ മുഖം, ഫേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആള് പറയും എടി നിനക്ക് കളറിന്റെ കാര്യം. ഞാൻ പറയും എന്തുവാ ചേട്ടാ, കളറിലൊന്നും ഒരിക്കലും ഒരു കാര്യമില്ല. കളറിലല്ല കാര്യം, ഉള്ളിലാണ് കാര്യം. കളറ് കറുപ്പോ വെളുപ്പോ ഒന്നും അതിനകത്ത് ഒരു കാര്യമില്ല. നമ്മുടെ ഒരു ചെറിയൊരിത് മതി നമ്മുടെ കളർ മാറാൻ, അല്ലേ? കളറിനകത്തൊന്നും ഒരു കാര്യമില്ല. ഇത് എന്റെ ഏട്ടന്റെ ഉള്ളിലെയാണ് ഞാൻ കണ്ടത് ആ ഒരു സ്നേഹം. പിന്നെ അതുപോലെ ആ മുഖം എനിക്ക് എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ അത് എപ്പോഴും ഏട്ടനോട് പറയായിരുന്നു. എനിക്ക് ആളുടെ മുഖം ഭയങ്കര ഇഷ്ടമായിരുന്നു. മൂക്ക് നല്ല മൂക്കായിരുന്നു. പിന്നെ മീശ, ഏറ്റവും ഇഷ്ടമുള്ള സാധനം മീശ. ആൾക്ക് മീശ പെണ്ണായിട്ട് അഭിനയിക്കണേ മീശ പഠിക്കണേ തലേന്ന് എന്നെ വിളിച്ച്
ഒരു 15 or 20 പ്രാവശ്യം സമ്മതം മേടിക്കണം. പേടിയായിരുന്നു എന്റെ. ഞാൻ വഴക്ക് പിടിക്കും. വാവുട്ട ഞാനൊന്ന് മീശ പഠിച്ചിട്ട് പെട്ടെന്ന് വളരും പ്ലീസ് വാവുട്ട. ഞാൻ പറയും ഇല്ല സമ്മതിക്കത്തില്ല. എന്നിട്ട് ലാസ്റ്റ് പപ്പായോടും അമ്മയോടും പറയും നിങ്ങൾ എങ്ങനെയും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുക, എനിക്ക് മീശ പഠിക്കണം. കാരണം മീശ എനിക്ക് ജീവനായിരുന്നു ആളുടെ. ഭയങ്കര ഇഷ്ടം ആളെ. മുടി അതുപോലെ മുടി ഞാൻ എപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടം ആളെ കിട്ടിയ മുടിയിൽ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടം ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ആളുടെ അടുത്ത് തോന്നിയ ഒരു പ്രണയം ആരുടെ അടുത്തും തോന്നിയിട്ടില്ല. അതുപോലെ നമ്മളൊക്കെ 10-25 വയസ്സിലെങ്ങാണ്ടാ സൂചേട്ടനെ കിട്ടുന്നത്. അതുവരെ നമുക്ക് കാലങ്ങളുണ്ടല്ലോ, കൗമാരകാലം ഉണ്ട്. പക്ഷെ പ്രണയവും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും പക്ഷെ ഈ ആളുടെ അടുത്ത് തോന്നിയ ഒരു ഫീലിങ്സോ ഒരു പ്രണയം ആരുടെ അടുത്ത് തോന്നിയിട്ടില്ല. അത്ര ഇഷ്ടമായിരുന്നു ആളെ. കാരണം ഞാൻ ഇങ്ങനെ വെക്കുന്നത്, ഞാൻ പെട്ടെന്ന് ഏട്ടന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്നപ്പം അറിയാതെ എന്റെ കൈ ഇങ്ങനെ പോയി തലയിലും. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തിരുമേനി അന്നേരം പള്ളിയിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഏകദേശം ഓക്കെ ആയി മാറിയായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനോട് പൊരുത്തപ്പെട്ടായിരുന്നു, സിറ്റുവേഷനോട് ഞാൻ ഓൾറെഡി പൊരുത്തപ്പെട്ടായിരുന്നു. പള്ളിയിലോട്ട് കൊണ്ടുവച്ചപ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ എന്നിട്ട് ഞാൻ തലയെ പിടിക്കാൻ വന്നു. അപ്പൊ എനിക്ക് തലയിൽ പിടിക്കാൻ വന്നപ്പോ തന്നെ, കാരണം സൂചേട്ടൻ അവിടെ റൂമിൽ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെക്കണം, ആ ഓർമ്മ വെച്ചിട്ട് ഞാൻ ചെയ്തു. അപ്പൊ പെട്ടെന്ന് തിരുമേനിയാണ് ആരും എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്, ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ബ്ലീഡിങ് ഉണ്ടാകും, പിടിക്കരുത്. പെട്ടെന്ന് ഞാൻ കൈമാറ്റി. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചേനെ, കാരണം എനിക്ക് ആ മുടി ഭയങ്കര ഇഷ്ടമായിരുന്നു ഏട്ടന്റെ. എന്തുകൊണ്ട് എനിക്ക് പുറമേ ഉള്ള അപ്പിയറൻസും എല്ലാം ഇഷ്ടമാണ് സൂചേട്ടനെ, ഭയങ്കര ഇഷ്ടമുള്ള ആയിരുന്നു. ഏട്ടന്റെ ഇവിടെ ഒരു ചെറിയൊരു മുറിവുണ്ടായിരുന്നു, അതിനിട്ട് ഇങ്ങനെ പിടിക്കായിരുന്നു എപ്പോഴും. പിന്നെ ഏട്ടന്റെ ഏറ്റവും ഇറിറ്റേഷൻ കണ്ണിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചു ഇങ്ങനെ ഉമ്മ കൊടുക്കരുത്. കണ്ണില് ചുമ്മാ ഇരിക്കുമ്പോഴത്തേനും ചെന്ന് കണ്ണിൽ ഇങ്ങനെ ഞെക്കി ഉമ്മ കൊടുക്കും പുള്ളി. അത് ദേഷ്യം. വേദനിപ്പിക്കാതെ വാവക്കുട്ടെ, എന്റെ കണ്ണിന് വേദനയാന്ന് എന്നെ വഴക്ക് പറയായിരുന്നു, ഓട്ടിക്കുമായിരുന്നു തന്നെ. അപ്പൊ അതിനനുസരിച്ച് ഞാൻ കണ്ണിൽ ചെന്ന് കുത്തുമായിരുന്നു. ഇങ്ങനെ കണ്ണിങ്ങനെ തുറക്കാൻ നോക്കും, ഉറങ്ങുമ്പോഴത്തേനും ഇങ്ങനെ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ പുള്ളിയായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾ 5 വർഷം ഇങ്ങനെ പോയത്, ഹാപ്പി ആയിട്ട് പോയത്. പക്ഷെ എന്റെ ചെയ്യാന് വിധിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. സുജയുടെ ആദ്യ ഭാര്യക്ക് എന്താ സംഭവിച്ചത്? സുജയുടെ ആദ്യത്തെ വൈഫ് സുജയുടെ മരിക്കുന്നതിന് 2 വർഷം മുന്നേ, 2-3 വർഷം മുന്നേ മരിച്ചു. സൂയിസൈഡ് ചെയ്യുമായിരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. കാരണം അവര് വേറെ വീട്ടിലായിരുന്നു, വേറെ ഹസ്ബൻഡുണ്ട്, മകനുണ്ട്, ഒരു വേറെ ഫാമിലി ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചായിരുന്നു എന്നാണ് അറിഞ്ഞത്. അതെ, അതുപോലെ തന്നെ ചേച്ചി ചോദിച്ചല്ലോ, 2ാമത്തെ ദിവസം തന്നെ ചോദിച്ചു അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോ അമ്മ ഇതുപോലെ വേറെ കല്യാണം കഴിച്ചു പോയി അങ്ങനെയാ പറഞ്ഞു. കുറ്റം ഒന്നും പറഞ്ഞില്ല, ആള് കല്യാണം കഴിച്ചു പോയി എന്നാണ് പറഞ്ഞത്. ഇല്ല, അപ്പൊ സ്വാഭാവികമായിട്ട് ചേച്ചിക്ക് തോന്നിയില്ല, അതായത് എന്തുകൊണ്ട് ഒരു ഭാര്യ ഭർത്താവിനെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകണം? അതിനുള്ള തോന്നിയെങ്കിലും ഞാനത് ചോദിച്ചില്ല. കാരണം എനിക്കത് ചോദിക്കാൻ എനിക്ക് നാവ് പൊങ്ങിയില്ല സത്യമായിട്ടും. അന്നേരം എനിക്ക് മനസ്സിൽ എന്റെ ആണെന്നുള്ളൊരു എന്താ പറയാ ഒരു ബോധം എനിക്കുണ്ടായി. ഇവരെന്റെയാണ്, സുധിച്ചേട്ടനും മകനും എന്റെ ആയല്ലോ, എന്തോ എനിക്കറിയില്ല. ചിലപ്പോ അതൊക്കെ ഒരു കണക്ഷൻ ആയിരിക്കും, മുന്നമേ എന്തോ കരുതി വെച്ചതായിരിക്കണം, എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നിയില്ല. പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞു. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ സംസാരിക്കാൻ വേണ്ട ഏട്ടാ ഇപ്പൊ ഇതൊന്നും സംസാരിക്കാം, ഏട്ടന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഏട്ടന് വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്നോട് സംസാരിക്കരുത്, നമുക്ക് ഹാപ്പി ആയിട്ട് പോകാം എന്നാണ് ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ബന്ധം വേർപിരിയുന്ന ടൈമിൽ എല്ലാവരും അവരവരുടെ അനുകൂലമായ കാര്യങ്ങളെ പുറത്ത് പറയാറുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും രേണു ചേച്ചിയെ പോലെ ഒരു പെൺകുട്ടി, അത് മുന്നേ വിവാഹം കഴിച്ചിട്ടില്ല, പിന്നെ ഫസ്റ്റ് ഒരു വിവാഹം കഴിക്കാൻ പോകുന്നതിന് സെക്കൻഡ് മാരേജും ആയിട്ടുള്ളൊരു ആളെ വിവാഹം കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് ഭാര്യ ഉപേക്ഷിച്ചു കളയുക എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? എനിക്ക് അങ്ങനെ ഉണ്ടായില്ല, കാരണം ആളുടെ അടുത്ത് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു, ഓൾറെഡി ഇഷ്ടമായിരുന്നു. ഞാൻ സംസാരിച്ചെങ്കിൽ ആള് പിന്നീട് പറയാം. അത് ആള് തന്ന ഫോട്ടോ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആ കല്യാണം കഴിച്ച ആളുടെയും ആ വൈഫിന്റെ ഫോട്ടോയാണ് തന്നത്. അപ്പൊ തന്നെ ഫോട്ടോ ചോദിച്ചിരുന്നോ? ഞാൻ ചോദിച്ചു, കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണിക്കാവുന്നു. അപ്പൊ കാണിച്ചു തന്നു. അപ്പൊ ഇപ്പോഴത്തെ അതാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ആ ഫോട്ടോയെ കാണിച്ചത് എനിക്ക്. അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ. ഏട്ടന്റെയും ആ ചേച്ചി അവരുടെയും ഫോട്ടോ അല്ല കാണിച്ചത്, ഇപ്പോഴത്തെ ഹസ്ബൻഡിന്റെ അവരുടെയും ഫോട്ടോയാണ് കാണിച്ചിരുന്നത്. അപ്പൊ തന്നെ എന്നോട് പറയും ഇതാണ് ഹസ്ബൻഡ് എന്ന്. ഞാൻ പിന്നെ കൂടുതലൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ലടാ, വിഷമിപ്പിക്കണ്ടെന്ന് ഓർത്ത് ഞാൻ ചോദിക്കാൻ പോയില്ല. ചേച്ചിക്ക് ആളെ പറ്റി പറയുമ്പോ എന്താ ദേഷ്യമായിരുന്നോ തോന്നുന്നത്? ഒരിക്കലുമില്ല, എനിക്ക് ദേഷ്യമല്ല. പിന്നെ എന്താ പറയാ, ഇടയ്ക്കിങ്ങനെ എനിക്ക് ആദ്യം കിട്ടിയില്ലല്ലോ സൂചിച്ചേട്ടനെ, ആ ഒരു ഇത് ചെറുതായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ ആളെ പറ്റി പറയുന്ന ആൾക്ക് ഇഷ്ടമില്ലായിരുന്നു. സൂചി വാവട്ടെ നിർത്ത് എന്ന് പറയാതെ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ ആ പേര് പറഞ്ഞു, ഞാൻ ആ പേര് ഇവിടെ പറയുന്നില്ല, കാരണം ആള് മരിച്ചു പോയല്ലോ. ആളും മരിച്ചുപോയി, ആ കുട്ടിയും മരിച്ചുപോയി. മരിച്ച് പോയിട്ട് കിച്ചുവിന് 16 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടി മരിച്ചത്. 2 വർഷം കഴിഞ്ഞുകൊണ്ട് സൂചിച്ചേട്ടനും മരിച്ചു. അപ്പൊ നമ്മൾ ആ മരിച്ചവരെ നമുക്ക് പേര് പറയേണ്ട കാര്യമില്ല. അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ ഇന്നും പ്രാർത്ഥിക്കും.
രണ്ടുപേരുടെ സൂചിച്ചേട്ടൻ്റെ ആദ്യത്തെ വൈഫിന്റെ ആത്മാവിനെ നിത്യശാന്തി കിട്ടാൻ എന്നും പ്രാർത്ഥിക്കുന്നത്. അതെന്റെ ഉള്ളിലെ പ്രാർത്ഥനയാണ്. അപ്പോ ചേച്ചി സുജേനെ കാണുന്നതിന് മുമ്പ് ഏകദേശം എത്ര നാൾ മുമ്പ് രണ്ടുപേരും തമ്മിൽ വേർപിരിഞ്ഞായിരുന്നു, അങ്ങനെ അറിയോ? കാരണം കിച്ചുവിന് എന്നോടത്ത് പറഞ്ഞ കിച്ചുവിന് 1.5 വയസ്സുള്ളപ്പം അവര് വേർപിരിയേണ്ട ഒരു ഇതായിരുന്നു. വേറെ 3.5 വയസ്സുള്ളപ്പോഴാണ് പൂർണ്ണമായിട്ടും വേറെ. കിച്ചുവിന് 12 വയസ്സുള്ളപ്പോഴല്ലേ എന്നെ കണ്ടത്. എത്ര വർഷത്തെ ഗ്യാപ്പാ? 3.5. അത് ലീഗലി 12 വയസ്സുള്ളപ്പോൾ എന്നെ കിട്ടിയത് സൂചേട്ടന്. അതെ അതെ. ലീഗലി അവര് കല്യാണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ആകെപ്പാടെ ലീഗലി കല്യാണം കഴിച്ച എന്നെ മാത്രമാണ്. അത് എന്താ ലവ് മാരേജ് ആയിരുന്നോ അതോ? ലവ് മാരേജ് ആണെന്നാണ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും ഞാൻ കൂടുതൽ തിരക്കാറില്ലായിരുന്നു. എന്നാലും അറിയായിരുന്നു, ഇങ്ങനെ പറയുന്ന മാത്രമായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽ തിരക്കിയ ആൾക്ക് ദേഷ്യം വരും. വേണ്ട, സംസാരിക്കേണ്ട, അത് വിട്ട കാര്യമാണെന്ന് പറയും. ഞാനൊന്നും തിരക്കാറില്ല, വെറുതെ എന്തിനാ വഴക്ക് കേൾക്കുന്നത്. സുജേന്റെ വീട്ടിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കല്യാണമായിരുന്നു അത്? കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടാണ് അവര് വിളിച്ചതെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. കിച്ചു ഉണ്ടായി കഴിഞ്ഞിട്ടാണ് അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മലയൻ കീഴിലോട്ട് അവർ താമസം മാറ്റുമായിരുന്നു എന്നാണ് അറിഞ്ഞത്. അതെ. ഈ ചേട്ടന്റെ വീട്ടിൽ നിന്നിട്ടുണ്ടോ ഈ? അവര് നിന്നിട്ടുണ്ട്. കാരണം ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് അലമാരി, പഴയ അലമാരി അവിടെ ഉണ്ടായിരുന്നു. കിച്ചു പറഞ്ഞു ഈ അലമാരി ഇവിടെ നിന്ന് മാറ്റണം, എന്റെ അമ്മ വന്നിട്ടുണ്ട്. എന്നിട്ട് ആ അലമാരി അവൻ എടുത്ത് കളഞ്ഞിട്ട് മാറ്റിയിട്ട് വേറെ പുതിയ അലമാരി അവൻ മേടിപ്പിച്ച സൂചേട്ടനെ കൊണ്ട്. അതെ. അതെന്താ അലമാരിയില്? അത് അവരുടെ അലമാരിയായിരുന്നു. ഓ. ഇവിടെ വേണ്ട, എന്റെ അമ്മ ഇതായി, എന്റെ അമ്മ ഇവിടെ വന്നില്ലേ ഈ അലമാര. കുഞ്ഞായിരുന്നു അവൻ. ഇന്നന് അവന് ഓർക്കുന്നുണ്ടോന്നറിയില്ല. അന്ന് 12-13 വയസ്സല്ലേ ഉള്ളൂ. ഇത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ അലമാരി, അവന്റെ നിർബന്ധത്തിലാണ് അലമാരി മേടിച്ചത്. അലമാരിയിൽ പഴയ ആളുടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. സാധനങ്ങൾ ഉണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ബൈബിളോ അതാണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കളിപ്പാട്ടമൊക്കെ കിച്ചുവിന് കൊടുത്തതൊക്കെ, അതൊക്കെ അവൻ കളയുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് വേണ്ടാന്നുള്ള രീതിയിൽ തന്നെ അവൻ മാറ്റി വെച്ചായിരുന്നു. ഈ കിച്ചുവിന് ഇത്ര ഒരു ദേഷ്യം വരാൻ റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇനി വേറൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടിട്ടാണോ ഇവരെ വിട്ടിട്ട് പോയത്? അതുകൊണ്ടാണോ? വേറൊരാളുമായിട്ട് പോവായിരുന്നു, സ്നേഹിച്ചു. അങ്ങനെയായിരുന്നു. ഓക്കെ. കിച്ചുവിന് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു? അവന് 3-3.5 വയസ്സ് ഓർമ്മയുണ്ടെന്നാ പിന്നീട് അറിഞ്ഞു. അവര് അച്ഛനും മോനുമായിരുന്നു എന്നോട് കഥകളൊക്കെ പറയുന്നത്. അതെ, ചില കാര്യങ്ങളൊക്കെ. സുചേട്ടനായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം കിച്ചു എപ്പോഴെങ്കിലും പഴയ അമ്മയെ പറ്റി തിരക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവര് സംസാരിക്കാറില്ല, സംസാരിച്ചിട്ടേ ഇല്ല. തോന്നാൻ മരിച്ച അന്ന് പോലും അവൻ സംസാരിച്ചിട്ടില്ല. അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു. എടാ ഞാൻ ചോദിച്ചാ കിച്ചു മോനെ, ഇങ്ങനെയാ ചോദിക്കുന്നത്. അവൻ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കും. മോനെ നിനക്ക് പോണെങ്കിൽ പോകാം കേട്ടോ, ഞാൻ വരാം, കൊണ്ടുപോവാം. അമ്മ മരിച്ചില്ലല്ലോ, അമ്മ ഇവിടെ നിൽക്കല്ലേ, നിങ്ങളെ ഇറങ്ങിപ്പൊക്കെ ഞാൻ ബാക്കി ഗെയിം കളിക്കട്ടെ. അമ്മ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്താണ് അമ്മ, അമ്മ വെളിയിൽ പൊക്കെ ഞാൻ ഗെയിം കളിക്കട്ടെ. എന്തായിരുന്നു പുള്ളിക്കാരിക്ക് എന്ത് പറ്റിയതായിരുന്നു? സൂയിസൈഡ് എന്നറിഞ്ഞു. സൂയിസൈഡ് എന്നാണ് അറിഞ്ഞത്. അത് ലോക്ക്ഡൌൺ ടൈമിൽ എന്തോ. അതെ. എപ്പോഴെങ്കിലും ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിലും കോണ്ടാക്ട് ചെയ്തായിരുന്നു മരിക്കുന്നതിന് കുറച്ച് നാൾ മുന്നേ. ഫേസ്ബുക്കിൽ ഹായ് രേണു, എന്നോട് പിണക്കമുണ്ട്. ഞാൻ ചോദിച്ചു എന്തിനു പിണക്കം, എനിക്ക് ഒരു പിണക്കമല്ലേ, സന്തോഷമേ ഉള്ളൂ. എനിക്കൊന്ന് രേണുവിനെ കാണണമല്ലോ. ഞാൻ അതിനെന്നാടാ, ഞാൻ അങ്ങനെ തന്നെ അതിനെന്നാടാ കാണാമല്ലോ. അപ്പൊ വീഡിയോ കോൾ ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആക്കിയപ്പോ കണ്ട് ഹായ് രേണു, എനിക്ക് ഒത്തിരി സന്തോഷമായി രേണുവിനെ കണ്ടതിൽ. ഞാനടുത്ത് രേണുവിനോട് പിണക്കം, ഞാൻ ഒരിക്കലും എനിക്കൊരു പിണക്കവും ഇല്ലടാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് വെച്ച് കുഞ്ഞിന് സുഖമാണ്. എന്നിട്ട് കിച്ചുവിന്റെ കാര്യം ചോദിക്കുന്നേ ഇല്ല, ഇനി എനിക്ക് വല്ലതും തോന്നുമോന്ന് അറിയാനായിരിക്കും. കുഞ്ഞിന് സുഖമാണ്, ഞാൻ സുഖമായിട്ടിരിക്കുന്നടാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ സൂചേട്ടനോട് കാര്യം പറഞ്ഞു. സൂചേട്ടൻ പറഞ്ഞു പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തോണം, നീ വെറുതെ തല്ല് കൊള്ളുവാവട്ടെ, അതൊക്കെ ഞാൻ നിർത്തിയ. നീ എന്തിനാണ് പിന്നെ? ഞാൻ നല്ല ഏട്ടാ എന്നെ മെസ്സേജ് അയച്ചാണ്, എന്നെ കോണ്ടാക്ട് ചെയ്താന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പിന്നെ എന്തിനാ വെറുതെ, ചേട്ടൻ ഹസ്ബൻഡ് പറയുന്ന കേൾക്കണമല്ലോ, ഞാൻ എന്നെ ബ്ലോക്ക് ആക്കി. പിന്നെ ഒരു കോണ്ടാക്ടില്, പിന്നീടാണ് അറിയുന്നത് മരിച്ചെന്നൊക്കെ. ഞാൻ സംസാരിച്ച എല്ലാം സന്തോഷമായിട്ടും ഒക്കെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എന്നാ കുട്ടിയുടെ ബർത്ത്ഡേ എന്നോട് പറഞ്ഞു, ബർത്ത്ഡേ ആന്ന് പറഞ്ഞു, മോന് ബർത്ത്ഡേ. അപ്പൊ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ അല്ലാതെ വേറൊന്നൊരു ഡീറ്റെയിൽ ഒന്നും സംസാരിച്ചില്ല. അതിന് മുന്നേ സൂചിച്ചിട്ട് വഴക്ക് പറഞ്ഞ് ബ്ലോക്ക് ആക്കി വിട്ട്. നമുക്ക് ശരിയാകത്തില്ല എന്ന് തോന്നിയപ്പം, കാരണം ആള് പറയുന്നത് കേൾക്കണം. കിച്ചും സൂചിച്ചാട്ടം എന്നോട് പറഞ്ഞ് ഇനി അത് സംസാരിക്കരുത്, നീ സംസാരിച്ചിരിക്കട്ടെ, ഒക്കെ നമ്മുടെ മനസ്സിൽ നന്നേ പോയ കാര്യം, നീ ഇനി അത് കുത്തിപ്പൊക്കെ. ഞാൻ കുത്തിപ്പൊക്കെ അല്ല കേട്ടോ, അതെന്റെ അടുത്ത് സംസാരിച്ചാണ്. നിനക്ക് ഇങ്ങനെ ഒരു മനസ്സുണ്ട് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ മിങ്കിൾ ചെയ്യുന്നത്, നീ അത് ബ്ലോക്ക് ചെയ്തോണോന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് എന്നെ കാണിച്ചു. പിന്നെ ഞാൻ മിണ്ടിയിട്ടില്ല. പിന്നീടാണ് അറിയുന്നത് കുറെ നാൾ കഴിയുമ്പോൾ മരിച്ചു. ആ ഒരു മരിച്ചു എന്ന് അറിഞ്ഞ ദിവസത്തെ ഒരു സുധിച്ചേട്ടന്റെ ഒക്കെ ഒരു റിയാക്ഷൻ ഞാൻ ഓർക്കുന്നുണ്ട് അത്. കാരണം ഞാന് സൂചിച്ചേട്ടൻ പിന്നെ നമ്മുടെ ഒരു വണ്ടി ഓടിക്കുന്ന ഒരു പയ്യൻ, ഞങ്ങൾ 3 പേര്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ ട്രിവാൻഡ്രത്തുനിന്ന് വരും. അവളെ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ജോയ്മാളിൽ പോവാ. അതുവരെ ഹാപ്പിയാണ് സൂചിച്ചിട്ട്. പെട്ടെന്ന് എന്നെ അത് കാണിക്കുന്നില്ല. ഞാൻ പിന്നെ സൂചിച്ചേട്ട വിഷമമാണ്, സൂചിച്ചേട്ടൻ വിഷമിച്ചു കരഞ്ഞു. കാരണം ആദ്യത്തെ കുട്ടിയുടെ അമ്മയല്ലേ, ഏട്ടൻ കരഞ്ഞു എന്ന് പറഞ്ഞു. പുള്ളി ചെയ്തോ കരയത്തില്ല, ഇങ്ങനെ പിടിച്ചു നിൽക്കുക. ലാസ്റ്റ്
പകല് മുഴുവൻ പിടിച്ചു കേട്ടു. രാത്രിയപ്പോ എൻ്റെ അടുത്ത് ചേട്ട വിഷമിക്കാതെ നമുക്ക് പോകണമെങ്കിൽ ഞാൻ പോകാം. ഞാൻ സത്യം പറഞ്ഞ പിടിച്ചു നിന്നിട്ട് ആൾ ഒരൊറ്റ കരച്ചില് കരഞ്ഞു കേട്ടോ, കണ്ണൊക്കെ നിറഞ്ഞു. സുചേട്ട കരയല്ലേ, നമുക്ക് പോകാം. ഇല്ല വാവുട്ട പോവണ്ട, വേറെ രീതിയിലല്ല, നമുക്ക് പോകണ്ട കേട്ടോ. ഞാൻ വരാം ഏട്ടാ, നമുക്ക് പോയി കാണണോ, വാ എന്ന് പറഞ്ഞു. ഇല്ല പോയില്ല അന്ന്. പിന്നെ ആള് പോയില്ല, പിന്നെ ഞാനും കിച്ചുവും പോയില്ല. ഈ പറയുന്ന പോലെ എപ്പോഴെങ്കിലും ഈ ചേച്ചി പറഞ്ഞില്ലേ, അതായത് ഫസ്റ്റ് ഞാനായിരുന്നെങ്കിൽ, കാരണം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു സുചേട്ടനെ. അതെ, അതപ്പം ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഞാനായിരുന്നെങ്കിൽ കിച്ചുവിനെ ഞാൻ പ്രസവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. എപ്പോഴും അത് സുചേട്ടൻ എപ്പോഴും പറയും, നീ തന്നെ പ്രസവിച്ചു, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്. എന്നോട് എപ്പോഴും പറയും, നീ തന്നെ, നിന്റെ മോൻ തന്നെയാവും. ഞാൻ പറഞ്ഞു എന്റെ മോനാന്ന് എനിക്കറിയാം. അതല്ലേട്ടാ, അവൻ എന്റെ വയറ്റിൽ വന്നിട്ട് വരുമായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ലക്കായിരുന്നു ഏട്ടാന്നൊക്കെ ഞാൻ എപ്പോഴും ഏട്ടനോട് പറയും. അത് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിനിടെ എല്ലാം കൊണ്ട് ചേച്ചിയത് മാത്രമായിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കണം. എന്തായാലും എനിക്ക് സൂചിച്ചായിരുന്നു. ഞാനിപ്പോ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ് ആളെ. കാരണം ഇപ്പോഴും എനിക്ക് മരിച്ചെന്ന് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും എവിടെയൊക്കെയോ ആളുണ്ട്. ആള് നമ്മളെ കാണുന്നില്ല, നമ്മൾ ആളെ കാണുന്നില്ല, ആള് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് ഇപ്പൊ ഹാപ്പി ആയിട്ട് പോകുന്നത് തന്നെ. എപ്പോഴെങ്കിലും സുചേട്ടനായിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ കമ്പയർ ചെയ്ത് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അതായത് ചേച്ചി കുറച്ചും കൂടി നല്ലതാണ്, ചേച്ചി സുചേട്ടനെ മനസ്സിലാക്കുന്നുണ്ട് എന്ന ആ തരത്തില്? സുധിച്ചേട്ടൻ എന്നും പറയുന്നത് വേറൊന്നുമില്ല, എന്റെ മോനെ നീ അംഗീകരിച്ചല്ലോ. വേറെ വല്ലവരാണ് പറഞ്ഞ ബോർഡിങ്ങിൽ നിർത്തണം. അതുപോലെ കല്യാണം കഴിച്ച് അന്ന് തൊട്ട് കിച്ചു ഞങ്ങളുടെ നടുക്കന്നെയാണ് കിടക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഞങ്ങളുടെ റൂമില്, അവൻ കുഞ്ഞാണ്, അപ്പോഴും കുഞ്ഞ്, ഒരു 10 ആയപ്പോഴാണ് അവൻ എനിക്ക് ഒന്ന് ഇച്ചിരി മെച്യൂരിറ്റി ആയത്. അതുവരെ ഞങ്ങളുടെ കൂടെ തന്നെ കളിയും ചിരിയായിട്ട്. വേറെ വല്ലവരാണെങ്കിൽ പറയും, അയ്യോ കല്യാണം കഴിഞ്ഞല്ലേ ആ കുട്ടീനെ വേറെ റൂമിൽ കിടത്തുന്നു. പക്ഷെ നീ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതാണ് നിന്നെ ഞാൻ കണ്ട നന്മ. എന്നോട് സൂചനം പറയായിരുന്നു. ഞാൻ എന്തിനായിട്ട് അങ്ങനെയൊക്കെ പറയുന്നത്? അവൻ നമ്മുടെ കുഞ്ഞല്ലേ, നമ്മുടെ അടുക്കന്നെ കിടക്കും. അവനിപ്പോഴും ഓർമ്മയുണ്ട്, പാട്ടുപാടി ഉറക്കാം, പാട്ടുപാടിയിട്ടാണ് ഏട്ടനെ നെഞ്ചിൽ കിടത്തി ഉറക്കി. ഇവിടെ ഞാൻ കിടക്കും, ഇവിടെ അവൻ പാട്ടുപാടി ഉറക്കി. ഒക്കെ ഇപ്പോഴും ഏത് ഷൂട്ടിന് പോലെ ഞങ്ങളുടെ രണ്ടും കൊണ്ടുപോകും. റൂമിൽ ഞങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ കൊണ്ടുതരും. എന്നിട്ട് വന്നിട്ട് ഇതുപോലെ തന്നെയാണ് പാട്ടുപാടി ഉറക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ ഉറങ്ങുന്നത്. ഞങ്ങൾ 3 സിനിമയൊക്കെ കണ്ട് കിടക്കും, തമാശയൊക്കെ പറയും, കഥ പറയണം. സൂചേട്ടൻ എനിക്കും ഇവനും കഥ പറഞ്ഞു തരും. ഞങ്ങൾ ഇപ്പോഴും ഓർക്കണം, നല്ല കഥകളെ, പ്രേത കഥ പറയും, അല്ലാത്ത പഴയ കഥകൾ പറയും. ഞങ്ങളുടെ കഥ കേട്ടാണ് ഉറങ്ങുന്നത്. 8ാം ക്ലാസ് ചെന്നപ്പോൾ കൊല്ലത്ത് ചെന്ന് രജിസ്റ്റർ മാരേജ് ചെയ്ത്. അന്നും ആ ഒരു മുറിക്കകത്ത് അവനെ ഒറ്റയ്ക്ക് കിടത്താൻ ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് കിടത്താൻ എനിക്ക് സമ്മതമല്ലായിരുന്നു, സൂചേട്ടന് സമ്മതമല്ലായിരുന്നു. ഒരിക്കലും ഒറ്റയ്ക്ക് കിടത്തത്തില്ല ഞങ്ങൾ അവനെ. കുഞ്ഞാ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ റൂമിൽ ഒരു കട്ടിലിട്ട്, ആ റൂമിൽ കട്ടിലിട്ടാണ് ഞാൻ കിടത്തിയത്, ഞങ്ങളുടെ കൂടെ തന്നെ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ള, എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ. പിന്നെ 9, 10 അവൻ തന്നെ മാറി. ഞാൻ ഇനി അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടക്കണില്ല, വേറെ റൂം തരണേ എന്ന് പറഞ്ഞാൽ അവൻ തന്നെ മാറിക്കൊണ്ടാണ് ഞങ്ങളത് സമ്മതിച്ചത്. അതുവരെ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അത് ഈ പറയുന്ന ഈ നെഗറ്റീവ് പറയുന്ന ഏതെങ്കിലും ഇവളുമാർക്കോ അവന്മാർക്കോ അറിയില്ലല്ലോ, മനസ്സിലായോ? അന്ന് പോലും ഞാൻ അവനെ ഒറ്റപ്പെടുത്തിയിട്ടില്ല, പിന്നെയാണ് ഇന്ന് ഒറ്റപ്പെടുത്തുന്നത്. പറയുന്നവർക്ക് മനസ്സിലാവും. അവനിപ്പം വലിയ കുട്ടിയായില്ലേ, 20, 21 വയസ്സാകാറായില്ല. അപ്പൊ അവനവന്റെ രീതിയിൽ, കാരണം അവനെ നമ്മൾ ബഹുമാനിക്കണം. കാരണം നമ്മളോളം വലുതായി, നമ്മളെക്കാൾ ഇത്രയുള്ള കുട്ടിയായിരുന്നു എൻ്റെ അടുത്ത് വന്നപ്പോൾ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അവന്റെ ഓരോ കാര്യങ്ങളും. അവൻ മാറുന്നെങ്കിൽ അവന്റെ സ്വഭാവം ഓൾറെഡി പക്വതയായി, അധികം സംസാരിക്കാത്തൊക്കെ. അപ്പൊ നമ്മൾ അത് അംഗീകരിക്കണമെന്നേ. അല്ലാതെ ഈ നെഗറ്റീവ് പറയുന്ന കുറെ അവളുമാരും അവന്മാരും പറയുന്ന പോലെ ഞാൻ അവനെ വിട്ടു, അങ്ങനെ വിട്ടു. ഈ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച കഥകൾ തന്നെ ഇവർക്കൊന്നും അറിയുന്നില്ലല്ലോ ഇവരാരും. ഈ ഒരു സുശേന്റെ ഫസ്റ്റ് വൈഫ് മരിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു മരണത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ഈ വൈഫിന്റെ വീട്ടിൽ നിന്ന് കിച്ചുവിന്റെ അടുത്തേക്ക് ഒരു ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നും. കാരണം എപ്പോഴും 24 hours ഇവരുടെ കൂടെ തന്നെ ഞാനും ഉണ്ടല്ലോ. അതെ, ഷൂട്ട് പോയിട്ട് തിരിച്ചു വന്നാലേ എന്റെ കൂടെ തന്നെയാണല്ലോ സൂചേട്ടൻ. ഞാൻ കണ്ടിട്ടില്ല, ഒരു കോണ്ടാക്റ്റും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതെ, ആ ഒരു മറ്റൊരു വിവാഹം കഴിച്ചെന്ന് അതില് അവർക്ക് കുട്ടികളുണ്ടോ? അവർക്ക് കുട്ടികളുണ്ട്. ഉണ്ട്. എത്ര ഒരു കുട്ടിയാന്ന് അറിഞ്ഞു, ഒരു ആൺകുട്ടി. അറിയാവുന്നത് ഡീറ്റെയിൽ അറിയില്ല. കിച്ചു എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. കുഞ്ഞിലെ എങ്ങാണ്ട് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ജനിച്ച സമയത്ത് എങ്ങാണ്ട് കിച്ചുവിനെ കൊണ്ട് കാണിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ വൈഫ് ആൻഡ് ഹസ്ബൻഡ് വന്ന് സൂചേട്ടൻ കിച്ചുവിനെ ഇടയ്ക്ക് കാണാനൊക്കെ വന്നിട്ടുണ്ടെന്ന് സ്കൂളില്. അപ്പൊ സൂചേട്ടൻ മാറി നിൽക്കും, അവര് ഹസ്ബൻഡും വൈഫും വന്ന് കൊച്ചിനെ കാണും, സമ്മാനം കൊടുക്കും, പോവും. സൂചേട്ടൻ ഇങ്ങനെ മാറി, സിനിമാ കഥ പോലൊക്കെ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ വലുതായി കഴിഞ്ഞാൽ പിന്നെ കിച്ചു കണ്ടിട്ടില്ല കുട്ടീനെ. അത് എത്ര നാള് വരെ അങ്ങനെ കാണാൻ വരുന്നുണ്ടായിരുന്നു? LKG UKG ഒക്കെ കിച്ചു പഠിച്ചപ്പോ. അതെ, അതിനുശേഷം എന്തുകൊണ്ട് അത് എന്തോ അതെനിക്കറിയില്ല. അവരുടെ അമ്മയും മോനും അത് നമുക്ക് ആ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. അവര് കാണാൻ വന്നിട്ടുണ്ടെന്നല്ലാതെ ഞാൻ കുത്തിപ്പൊക്കി ഒന്നും ചോദിച്ചിട്ടുമില്ല. ഞാൻ വന്നേ പിന്നെ ഇന്ന് വരെ പിന്നെ കണ്ടിട്ടേ ഇല്ല.
അതോ ഇനി വേറൊരു കുട്ടി ഉണ്ടായതിനു ശേഷമാണോ കിച്ചുവിനെ കാണാൻ വരാണ്ടായത്? അങ്ങനെ ഒന്നും അറിയത്തില്ല, അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല. അറിയില്ല. അപ്പം ഈ ഒരു ഞാൻ ആദ്യം ചോദിച്ച പോലെ തന്നെ സുധിച്ചേട്ടന്റെ മരണശേഷം ഇവരേതെങ്കിലും തരത്തിൽ കിച്ചുവിനെ കോണ്ടാക്ട് ചെയ്യാനോ? അതും എനിക്കറിയില്ല. കിച്ചുവിനെ കോണ്ടാക്ട് ചെയ്തോ ഇല്ലെന്ന് എനിക്കറിയില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം വീണ്ടും, അതായത് ഇപ്പൊ കിച്ചുവിനെ അവരെ സംബന്ധിച്ച് കിച്ചുവിന്റെ അച്ഛനും പോയി, കിച്ചുവിനെ പ്രസവിച്ച അമ്മയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ കിച്ചു ഇപ്പം എന്താ പറയാ, കിച്ചുവിന്റെ കാര്യങ്ങൾ നമുക്കും അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വൈഫിന്റെ വീട്ടുകാർ വന്ന ചേച്ചിയുടെ റിയാക്ഷൻ. ഇന്ന് വരെ വരാത്തൊരു, ജീവനോടുള്ളപ്പോഴത്തേന് സുചേട്ടനും ജീവനോടുണ്ട്, കൊച്ചു തന്നെയായിരുന്നപ്പോ വരാത്തവര് പിന്നെ ഇന്ന് എന്തിനാ വരുന്നത്? ഇനി ഒരു അവകാശം പറഞ്ഞ എന്തായിരിക്കും? എന്തിനു വരണം? എന്തിനു അവകാശം? കിച്ചു ഞാൻ എനിക്കറിയില്ല, കിച്ചു അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്ര നാളും ഇല്ലാത്ത ബന്ധം അങ്ങനെ ഇപ്പം വരുന്നത് എന്റെ ആവശ്യമില്ലല്ലോ. കിച്ചുവിന് അറിവുള്ള കുട്ടിയല്ലേ, അത് അവനറിയാലോ, അവൻ കൈകാര്യം ചെയ്യാൻ. അതിനെപ്പറ്റി ഒന്നും നമ്മൾ ബേജാറാവേണ്ട കാര്യമേ ഇല്ല. ചേച്ചിയുടെ ഉള്ളിൽ എന്തായിരിക്കും അവര് വരുവോ ഇല്ലയോന്നോ? അല്ല, ഉള്ളില് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായാൽ എന്തായിരിക്കും ചേച്ചിയുടെ റിയാക്ഷൻ? ഉണ്ടായാൽ ഞാൻ എന്തിനാ അവനെ വിട്ടുകൊടുക്കുന്നത്? എന്റെ മകനല്ലേ, അവൻ അമ്മയെന്ന് വിളിക്കുന്നിടത്തോളം കാലം ഞാൻ തന്നെയാണ് അവന്റെ അമ്മ. നീ അമ്മയെന്ന് വിളിച്ചില്ലേലും ഞാൻ തന്നെയാണ്. അവനെ ഒരിക്കലും വിളിക്കാതിരിക്കത്തില്ല. ഇന്ന് നിമിഷം വരെ ഇന്നും കൂടെ അമ്മയെന്നാണ് അവൻ വിളിച്ചത്. ഇന്നിപ്പോ സമയം എത്രയായി? 5:45, 6:45 വരെ എന്തായാലും അമ്മയും തന്നെയാണ് വിളിച്ചത്. ഇത് മാറ്റി വിളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്റെ മകനാണ്, ഞാൻ എന്തിനാണ് വിട്ടുകൊടുക്കുന്നത്? വിട്ടുകൊടുക്കത്തില്ല. അതിനി എന്ത് കോടതി പോയാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. പിന്നെ അവൻ വലുതായി, അവനെ ഒരിക്കലും വിട്ടുപോകുന്ന എനിക്ക് തോന്നുന്നില്ല. അവന്റെ അനിയൻ ഇവിടെ അല്ലേ, ഋതുലല്ലേ, അവന്റെ അമ്മ ഞാനല്ലേ. അങ്ങനെ സുചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും, അതായത് ഈ ഒരു വൈഫിന്റെ മരണശേഷം എപ്പോഴെങ്കിലും അവരെ പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടില്ല? മരിച്ചു കഴിഞ്ഞ് പിന്നെ ഞാനും ഒട്ടും സംസാരിച്ചിട്ടില്ല, ആള് സംസാരിച്ചിട്ടില്ല. പിന്നെ അത് ആ ഒരു വിഷയമേ സൈലന്റ് ആയിരുന്നു. സുചേട്ടൻ അവരോടുള്ള ഒരു ഫീൽ എന്തായിരുന്നു? അതായത് ദേഷ്യമായിരുന്നു, അതോ പറയാൻ താല്പര്യമില്ല? പറയാൻ താല്പര്യമില്ല, ദേഷ്യമൊന്നും. ആള് വെറും പാവം, ആള് എല്ലാരോടും ക്ഷമിക്കും. ആരെന്ത് ചെയ്താലും ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പടം കാണിച്ചു കൊടുക്കുന്ന ആളായിരുന്നു ആള്. ഭർത്താവ് പറയുന്ന പോലെ ഒരു കർണം അടിച്ചാൽ മറുകർണം കാണിച്ചു, അങ്ങനത്തെ ഒരാളായിരുന്നു ആള്. അതുകൊണ്ട് ആൾക്ക് ദേഷ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. സംസാരിക്കേണ്ട ആവശ്യം, വാവട്ടെ അത് നിർത്ത് എന്തിനാണ് കഴിഞ്ഞ കാര്യം ഇട്ട് പറയണ? വാവട്ടെ പ്ലീസ് വാവട്ട നിർത്തുന്ന പറഞ്ഞാൽ ഞാൻ നിർത്തും. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ കുത്തി ചോദിക്കും, അങ്ങനെ ഇങ്ങനെ വാവട്ടെ നിർത്ത കേട്ടോ. നമ്മള് സൗന്ദര്യപ്പണക്കോളൂ, നമ്മള് ഭാര്യയും ഭർത്താക്കന്മാരെ എപ്പോഴും ചുമ്മാ ഇങ്ങനെ പോയ അഭിനയത്തില്ല സ്നേഹം. ഇടയ്ക്ക് സൗന്ദര്യപ്പണക്കൊക്കെ കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് എടുത്ത് കുത്തിയിടും. മരിക്കുന്നതിന് മുന്നത്തെ അങ്ങനെ എന്നൊക്കെ പറയാം. അപ്പൊ തന്നെ വാവട്ട നിർത്ത്, വെറുതെ സീനാക്കണ്ട, നീ മിണ്ടായിരുന്നാ പിന്നെ മിണ്ടത്തില്ലായിരുന്നു. നിങ്ങളൊന്നും മിണ്ടായിരിക്കാവോ, നിങ്ങൾ എന്തിനാ ഈ വഴക്ക് പിടിക്കുന്നത്? തമാശ. ഇപ്പൊ ചേച്ചി ഒരു പേര് ഇങ്ങനെ പറയാണ്ട് ചോദിക്കുകയാണ്. സോമാസുധി എന്ന് പറഞ്ഞിട്ട് പേര് കേട്ടു. സോമാസുധി ആരാണ്? എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കാം സോമാസുധി. കേട്ടിട്ടുണ്ട് എന്റെ പേര്. ഈ സോമാസുധി ആരാണ്? അത് സോമാസുധി എന്ന് പറഞ്ഞിട്ട് അതായത് നമുക്ക് പ്രത്യക്ഷത്തില് ഒരു വീഡിയോന്റെ തംബ്നെയിലായിട്ട് വന്നതാണിത്. അതേതവനെ ഇട്ടത് അറിയില്ല, നമ്മളൊരു വീഡിയോയുടെ തംബ്നെയിൽ ഇങ്ങനെ കാണാം, കുറെ വീഡിയോസ് വരുന്നതിനകത്ത് തംബ്നെയിൽ ഇങ്ങനെ കണ്ടതാണ്. എന്താ പറഞ്ഞേക്കുന്നത്? സോമാസുധി, അതായത് നമുക്ക് ആ ഒരു അതിൽ നിന്ന് മനസ്സിലാവുന്നത് സുധിച്ചേട്ടന്റെ ഫസ്റ്റ് വൈഫിന്റെ പേര്. സോമാസുധി ആരാണ്? ആളുടെ പേര് അങ്ങനെ അല്ലല്ലോ. ആളുടെ പേരെന്തായിരുന്നു? ആളുടെ പേര് ശാലിനി എന്നാണ്. ശാലിനി എന്നായിരുന്നു. ശാലിനി എന്നാണ് ആളുടെ പേര്. ഡീറ്റെയിൽ വേറെ പറയുന്നില്ല, പേര് ശാലിനിയാണ്, എല്ലാവർക്കും അറിയാം. കാരണം ആള് ഡാൻസർ ആണ്, നല്ല ഉഗ്രൻ ഡാൻസർ ആയിരുന്നു ആളെ. എനിക്ക് അങ്ങനെ അറിയാം. പിന്നെ ഏട്ടന്റെ എക്സ് വൈഫാന്ന് പറയാം. അതല്ലാതെ ഈ സോമാസുധി ആരാന്ന് എനിക്ക് അറിയത്തില്ല. ശാലിനി എന്നായിരുന്നു പേര്. ആളുടെ കാര്യം പറഞ്ഞാൽ ഞാൻ ആളുടെ കാര്യം പറയത്തേ ഉള്ളൂ, സംസാരിക്കത്തുള്ളൂ. ഞാൻ ഇറങ്ങി പോത്തൊന്നുമില്ല. ഇന്നും ഞാൻ ആളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ തരത്തില് ഇപ്പൊ തന്നെ പേര് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ വരുന്നു. എല്ലാം തെറ്റിദ്ധാരണയാണല്ലോ എന്റെ കാര്യത്തിൽ. തമ്പലിന് കൊടുക്കുന്ന എല്ലാ അവന്മാരും തെറ്റിദ്ധാരണയാണല്ലോ. അച്ഛനുമായിട്ടുള്ള ബന്ധം തീർന്നു എന്നൊക്കെ പറഞ്ഞ കുറെ തെറ്റിദ്ധാരണകൾ വരുന്നുണ്ടല്ലോ. ഇമാർക്കൊക്കെ ഇതേ ഉള്ളോ? മര്യാദക്കുള്ള ഇടാൻ വേണ്ടി അവന്മാർക്ക്. ഇപ്പം സോമാസുധീന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ശാലിനി, അതായത് സുജാന്റെ എക്സ് വൈഫ്, പുള്ളിക്കാരി ഇതുപോലെ ആത്മഹത്യ ചെയ്ത ടൈമില് അതുപോലെ പറഞ്ഞു എത്രാന്ന് പറയാൻ സങ്കടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു സുധിച്ചേട്ടന്. എപ്പോഴെങ്കിലും അതിന്റെ റീസൺ എന്താണെന്ന് തിരക്കിയിട്ടില്ല? ഇല്ല, നമ്മളത് തിരക്കിട്ടില്ല. നമ്മൾ എന്റെ അടുത്ത് പറഞ്ഞ പാവട്ടെ നമ്മളതൊന്നും തിരക്കണ്ട. ഞാൻ എന്തായിരിക്കും, നമ്മളത് തിരക്കരുത്, ഒരു തരത്തിൽ അന്വേഷിച്ചിട്ടേ ഇല്ല. ലോക്ക്ഡൌൺ ടൈം ആണെന്ന് അറിയാം. ആ ടൈമിൽ ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് അങ്ങനെ കുറെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ അതായിരിക്കണം ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്തു ആ സമയത്ത്. കാരണം ജോലിയൊക്കെ പോയപ്പോ മാനസികമായിട്ട് തളർന്നു ഒരുപാട് പേര്. അങ്ങനെയാണോ? ഡാൻസർ ആയിരുന്നു. അപ്പം ഡാൻസിങ് മേഖലയൊക്കെ അന്നോട് കലാകാരിയല്ലേ. അപ്പൊ ആ സമയത്ത് കുറെ കലാകാരന്മാര് മരിച്ചുപോയി, സൂയിസൈഡ് തന്നെ ചെയ്തു ആ സമയത്ത്. അങ്ങനെ എന്തെങ്കിലും ആവോ? നമ്മള് പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ തിരക്കിയിട്ടേ ഇല്ല. എങ്ങനെയാ സൂയിസൈഡ്, എന്തായിരുന്നു? സൂയിസൈഡ് ആണെന്നേ അറിഞ്ഞിട്ടുള്ളൂ, എങ്ങനെയാ മരിച്ചതെന്ന് അറിയില്ല. നമ്മൾ ഡീറ്റെയിൽ തിരക്കിയില്ല.
ഇല്ല. പിന്നെ അതിനുശേഷം അവരുടെ എന്തെങ്കിലും ഇല്ല, കാര്യങ്ങൾ ഒരു കോണ്ടാക്റ്റും അറിയുന്നുണ്ടായിരുന്നോ? ഇല്ല. ആ ഒരു ബന്ധത്തിലുള്ള മകനും ഇല്ല, ഒരു ഇന്ന് വരെ ഇല്ല. ആ ഒരു സുധിച്ചേട്ടൻ മരിച്ചിട്ട് അവര് വന്നിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. അവരുടെ അറിയത്തില്ല. ആൾക്കാർ ഒന്നും അറിയില്ല, നമുക്കൊന്നും അറിയില്ല പിന്നീട് അവര്. ആ ഒരു ഹസ്ബൻഡിനെയും കുട്ടീനെയും ചേച്ചി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫോട്ടോ? കണ്ടിട്ടൊന്നുമില്ല, കോണ്ടാക്ട് ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്, അതെ, ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അങ്ങനെ ഒന്നും അറിയത്തില്ല. അവര് വേറെ കല്യാണം കഴിച്ചെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. വേറെ കല്യാണം കഴിച്ചു. ആ ഒരു ഹസ്ബൻഡ് വേറെ വേറെ കല്യാണം കഴിഞ്ഞ കുട്ടിയെ നോക്കണമല്ലോ എന്തായാലും. ഒരു അമ്മയില്ലാത്ത കുട്ടിയല്ലേ, കല്യാണം കഴിച്ചു. അതൊക്കെ അവനവന്റെ ഇഷ്ടം, അതൊക്കെ സന്തോഷം. ഇവരുടെ ഒരു വിവാഹം വീട്ടുകാർ അംഗീകരിക്കാത്തതിന് എന്തെങ്കിലും അല്ല, പ്രത്യേകിച്ച് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടാണ് അവര് വീട്ടിൽ പോയെന്നറിയാം. പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഒന്നും അവരുടെ കല്യാണം എന്നാ നടന്നെന്നോ എന്താ താലി കെട്ടി ഒന്നും ചോദിച്ചിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ചോദിച്ചിട്ടില്ല. അറിയില്ല. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്റെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാഞ്ഞതിന്റെ കാരണം, അതായത് കുഞ്ഞുണ്ടായിട്ടാണ് വീട്ടിലേക്ക് വന്നതെന്ന് അത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞെന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ സൂചിച്ചേട്ടൻ ഒരു കത്ത് എഴുതി വെച്ചായിരുന്നു, കുഞ്ഞുണ്ടായി എന്നൊക്കെ പറഞ്ഞു. അതുവരെ അറിഞ്ഞില്ല, വീട്ടുകാരും അറിഞ്ഞില്ല. അത് അപ്പൊ സുധിച്ചേട്ടൻ വീട്ടിൽ വന്ന് പോകുന്നുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, പ്രോഗ്രാമിന് പോയിട്ട് വീട്ടിൽ വന്ന് പോകുന്നുണ്ടായിരുന്നു. അയ്യോ. എന്നിട്ട് ഒരു കത്തിലൂടെയാണ് അറിഞ്ഞത് എനിക്ക് കൊച്ചുണ്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറുക്കന്റെ ഒരു സ്വഭാവം പോലെ അന്ന് സിസ്റ്റർ എന്ന് എന്റെ ഇട്ട പോലെ എനിക്കൊരു കുഞ്ഞുണ്ടായി നിങ്ങള് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവര് ഞെട്ടിപ്പോ എപ്പോ വീട്ടിൽ വന്നു പോകുന്ന മകനല്ലേ ഉണ്ടാക്കാൻ ഞാൻ അറിഞ്ഞത് എന്നാണ് ഞാൻ അറിഞ്ഞത്. കത്തെഴുതി. അപ്പൊ ഇവര് ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നോ? ലീഗലി കല്യാണം കഴിച്ചാൽ അത് ഡിവോഴ്സ് ആകാതെ എന്നെ എങ്ങനെ ലീഗലി കല്യാണം കഴിക്കുന്നത്? ഒരു കല്യാണം നടന്നാ അത് ലീഗലി ആണെങ്കിൽ ഡിവോഴ്സ് ആയതിനു ശേഷമേ വേറൊരു പെണ്ണിനെ ലീഗലി കല്യാണം കഴിക്കണം. അപ്പൊ ഇവര് തമ്മിൽ ലിവിങ് ടുഗദർ ആയിരുന്നോ? ഒന്നും അറിയത്തില്ല. കല്യാണം നമ്മള് താലി കെട്ടിയാലും കല്യാണം അല്ലേടാ. അതെ, അങ്ങനെ താലി കെട്ടിയെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ഞാൻ ചോദിച്ചിട്ടില്ല. താലി കെട്ടിയൊന്നും ചോദിച്ചിട്ടില്ല, ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്റർകാസ്റ്റ് മാരേജ് അങ്ങനെ ഒന്നും അറിയില്ല. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ഞാൻ ചോദിച്ചാൽ ഇന്റർകാസ്റ്റ് ആണ്. പക്ഷെ ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ഇങ്ങനെ ഒരാളുടെ പേരും അറിയാം, ആളെ നേരിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. സംസാരിക്കുന്നതിനെ കുറച്ച് വാക്കുകളാണ് അന്ന് ഫേസ്ബുക്കിൽ കൂടെ, മരിക്കുന്നതിന് കുറെ നാളെ മുന്നേ. ചേച്ചി എന്താ പറയാ, ഇത്രയും ഒട്ടും അന്വേഷിക്കുന്നില്ല എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര അതിശയമാണ്. കാരണം ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഒരു വിവാഹ ജീവിതം തുടങ്ങാന്ന് പറയുമ്പോ 1000 എന്താ പറയാ ടെൻഷൻ ഉണ്ടാവും. ആ ഒരു ടെൻഷനിൽ നിന്നിട്ട് പോലും ചേച്ചി ഒന്നും അന്വേഷിച്ചില്ല എന്ന് പറയുമ്പോ എനിക്ക്, കാരണം ഏട്ടനെയും മകനെ അതുപോലെ എനിക്ക് ബിലീവ് ആയിരുന്നു, ഭയങ്കര വിശ്വാസം. എന്ത് പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ്, അതാണ് ഞാൻ. കാരണം അവരുടെ അടുത്ത് അത്ര ഇഷ്ടമാണ്. സുചേട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് പ്രാന്തായിരുന്നു സത്യം പറഞ്ഞ. സുചേട്ടൻ അപ്പം ഈ തരത്തില് ചേച്ചിയെ കണ്ട് ജസ്റ്റ് 2 ദിവസം തന്നെ ഫോണിൽ സംസാരിച്ചിട്ട് ഇഷ്ടമാന്ന് പറയുന്നു, ഇഷ്ടമാന്ന് തിരിച്ചു പറയുന്നു. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഏകദേശം എത്ര നാൾ പ്രേമിച്ചിട്ടുണ്ടായിരിക്കും? 1 മാസം പോലും പ്രേമിച്ചിട്ടൊന്നും ഇല്ല. ഉടനെ തന്നെ കല്യാണം കഴിച്ചു? അല്ല, ഉടനെ തന്നെ ചെന്ന് 2-3 മാസം 2-3 മാസത്തെ ഗ്യാപ്പ് ചെന്ന് എല്ലാ മാസം കാണാൻ പോവായിരുന്നു. അങ്ങനെ കുറച്ച് നാളായപ്പോ തന്നെ താലി കെട്ടി കഴിഞ്ഞ ഭാര്യ. അത് കഴിഞ്ഞിട്ടാണ് അമേരിക്കക്ക് പോയത് സുചേട്ടൻ, ദിലീപേട്ടന്റെ ഷോയ്ക്ക് അമേരിക്കക്ക് പോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് വീട്ടിൽ പൊക്കിയത്. പിന്നെ അവരെ വിളിച്ചു വരുത്തി രജിസ്റ്റർ മാരേജ് ചെയ്തു. വീട്ടിൽ വിളിച്ചു വരുത്തി രജിസ്റ്റർ മാരേജ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കൊല്ലത്ത് പോയത്. അതെ, വീട്ടിലറിഞ്ഞപ്പോ ഉള്ള റിയാക്ഷൻ എന്തായിരുന്നു? കാരണം കല്യാണം കഴിക്കാത്ത മകൾ ഇങ്ങനെ ഇരിക്കുക, കൊച്ചുള്ള ഒരാളായിട്ട് എന്താ കാര്യങ്ങൾ ഫോട്ടോ കാണിച്ചപ്പോ തന്നെ. അന്നേരം ചേച്ചിയുടെ ഹസ്ബൻഡാ വിളിച്ച് സംസാരിച്ചു. സൂചേട്ടനെ വിളിച്ചപ്പോ സൂചേട്ടൻ അച്ഛൻ ഇവിടെ ഇല്ല, ബാത്റൂമിൽ പേടിച്ചു പോയിരിക്കും സത്യമായിട്ട്. അത് കഴിഞ്ഞാൽ കിച്ചു പറഞ്ഞു, അമ്മ അച്ഛൻ ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കും, എന്റെ തരല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സൂചേട്ടനെ കൊടുക്കടാ, അച്ഛനെ കൊടുക്കടാ. അച്ഛൻ ഇപ്പൊ വിളിക്കുവേ. കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് പപ്പ പറഞ്ഞു, മോനെയും കുട്ടി ഒന്ന് പറഞ്ഞ കേട്ടോ വീട്ടിലോട്ട്, ഇത്രേ പറഞ്ഞോളൂ. പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ മോനുമായിട്ട് വന്നേക്കുവാ. പിന്നെ ഞങ്ങളെല്ലാം ഒരു വണ്ടി വിളിച്ച് ആരവത്തോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഭയങ്കര. അതപ്പം നിങ്ങള് അങ്ങനെ താലി കെട്ടിയ സമയത്ത് തന്നെ രജിസ്റ്റർ ചെയ്തായിരുന്നോ? ഇല്ല, ഇവിടെ വന്ന എല്ലാവരും നമ്മുടെ വീട്ടുകാര്, നമ്മുടെ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു സാക്ഷി, എന്റെ അമ്മാവൻ ആശിഷ് എന്ന് പറയുന്ന ഒരു സാക്ഷി, എന്റെ ആന്റി ബിന്ദു ആന്റി, ഈ 3 സാക്ഷികൾ ഒപ്പിടാതെ എങ്ങനെ ഈ 3 സാക്ഷികളാണ് ഒപ്പിട്ടത്. അപ്പം വീട്ടുകാർ അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്? അതത്രേ ഉള്ളൂ. അതെ, അപ്പം വീട്ടുകാർ അറിയാതിരുന്ന രജിസ്റ്റർ ചെയ്യത്തില്ലെന്നല്ല, അന്നേരം അതൊന്നും അല്ല ചിന്ത. നമ്മൾ ഒന്നിക്കുക, എങ്ങനെയാലും ഒന്നിക്കുക. താലി കെട്ടി അത് കഴിഞ്ഞാൽ വീട്ടുകാരെ അറിയിക്കണം. സുധിച്ചേട്ടന്റെ നിർബന്ധത്തിനാണ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പൊ അത് സത്യം, അതിപ്പം വേണായിരുന്നു തന്നെ ഓർക്കുവാണ്. എന്റെ കയ്യിലുള്ള ആകെ ഒരു തെളിവ് അതേ ഉള്ളൂ. ഈ പറയുന്ന ഈ നാശകോടാലികളൊക്കെ പറയുന്നത് വെച്ചിട്ട് നെഗറ്റീവുകൾ പറഞ്ഞ് എന്റെ കയ്യിൽ ആകെ ഉള്ള ഒരു തെളിവ്. ഇനിയിപ്പൊ അടുത്ത ഇന്റർവ്യൂവിന് വേണം അത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാനും കൊല്ലം സുധി വൈഫ്
രേണു സുധി എന്നുള്ള ആ ഒരു രജിസ്റ്റർ മാരേജിന്റെ ഒന്ന് കാണിക്കണമല്ല. എന്റെ പത്രം രജിസ്റ്റർ ചെയ്ത പത്രമില്ലേ, അത് സർട്ടിഫിക്കറ്റ് തുറന്നേ കിട്ടത്തുള്ളൂ. ഇനി ഞാൻ വേറെ ആളെ കെട്ടണ ഇപ്പൊ ആളുണ്ടെങ്കിൽ ഇത് ഡിവോഴ്സ് ആയിട്ട് മാത്രമേ, അത് നിയമപരമായിട്ട് ഡിവോഴ്സ് ആയിട്ടേ കെട്ടാൻ പറ്റത്തുള്ളൂ നിയമപരമായിട്ട്, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ പോകാം. പക്ഷെ ഈ ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് എന്നെ കിട്ടിയത്. വിവാഹം ഇന്ത്യൻ സ്പെഷ്യൽ ആക്ട് പ്രകാരം. ആളുടെ നിയമപരമായിട്ടുള്ള ഒരേ ഒരു വൈഫാണ് രേണു സുധി. അപ്പൊ അതേതായാലും നന്നായി. ആളാണ് നിർബന്ധിച്ച് രജിസ്റ്റർ. ഞാൻ പറഞ്ഞോ വേണ്ട, എന്തിനാ വേണം, ഇല്ല വാവട്ടെ രജിസ്റ്റർ. എന്നോട് പറഞ്ഞു എന്റെ വലിയൊരു ആഗ്രഹമാണ് രജിസ്റ്റർ ചെയ്യണമെന്ന്, നിയമപരമായിട്ട് നീ എന്റെ ഭാര്യ ആവണമെന്ന്. അങ്ങനെ ചെയ്തു. വീട്ടുകാർ അറിഞ്ഞതിന് ശേഷമാണോ അതെ, 2 വീട്ടുകാർ പറഞ്ഞായിരുന്നു. അതെ. ആ ഒരു വിവാഹത്തിന് കൊല്ലത്ത് നിന്ന് ആരും വന്നിട്ടില്ല. അങ്ങനെ ഈ പുള്ളി ഇവിടെ തെങ്ങണായിൽ ഒരു രജിസ്റ്റർ ആയിരുന്നു, ഭയങ്കര കർക്കശക്കാരനാ. അത് പെട്ടെന്ന് മാല പോലും ഇടാൻ സമ്മതിച്ചില്ല, ഒരുങ്ങാൻ പോലും സമ്മതിച്ചില്ല. വേഗം വരിക, ഒപ്പിടുക, പോവുക, ആ ഭാര്യ ഭർത്താവായി വിട്ടുവെക്കളാ പറഞ്ഞു. ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷൻ വെച്ചായിരുന്നു. ജസ്റ്റ് പള്ളിക്കാരൊക്കെ വന്ന് മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പള്ളിയിൽ അച്ഛൻ നമ്മുടെ ബിഷപ്പല്ല തിരുമേനി വന്ന്, പ്രീസ്റ്റ് വന്ന്, വികാരി അച്ഛൻ വന്ന് വാഴ്ത്തി, റോബിൻ അച്ഛൻ അന്നത്തെ വാഴ്ത്തി തന്ന മോതിരം ഞങ്ങൾക്ക് 2 പേർക്ക് കിട്ടും. ഈ തരത്തില് എന്താ പറയാ, ഫസ്റ്റ് ഒരു വിവാഹം കഴിഞ്ഞൊരു കുട്ടിയുള്ള ഒരാള് പെട്ടെന്ന് ലൈഫിലേക്ക് വരുന്നു, അത് എല്ലാവരും മിറാക്കിള് പോലെ തോന്നി. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പോലെ ഒരു മിറാക്കിള് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയാ, ഒരു കുട്ടിയുള്ള ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. അതായത് പറയുന്നുണ്ട്, വെറും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം തീരുമാനിച്ചെടുത്ത ഒരു ജീവിതത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ട് ചേച്ചി ഹാപ്പി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ചേച്ചി അതുപോലെ തന്നെയാണ് സൂക്ഷിച്ചായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ നമ്മളോടൊപ്പം ചെലവഴിക്കാൻ അല്പം സമയം കണ്ടെത്തിയതിനാകട്ടെ ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചിക്ക് അവസാനമായിട്ട് എന്താ നമ്മളോട് പറയാനുള്ളത്? എല്ലാ പ്രേക്ഷകർക്കും ഞാൻ എന്നും പറയുന്ന പോലെ താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നെഗറ്റീവ് പോരുക, നമ്മളെല്ലാം അക്സെപ്റ്റബിൾ ആണ്, നെഗറ്റീവും പോസിറ്റീവും എല്ലാം. താങ്ക് യു.